ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടേ ഗൈസ്. ഇത് വെളുപ്പിന് 5:30 അല്ല ഗൈസ്, 6 മണിയൊക്കെ ആയ സമയമാണ്. ഞാൻ എത്ര നാളിന് ശേഷം പറയാം 6 മണിയൊക്കെ ഒന്ന് കാണുന്നത്. ഇത് നമുക്ക് വെക്കാനുള്ള മുല്ലപ്പൊക്കെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അയ്യപ്പൻ അമ്പലത്തിൽ പോയി തൊഴുതു. അവിടുന്ന് നേരത്തെ നമ്മൾ പൊങ്കാല ഇടുന്ന സ്ഥലത്തോട്ട് വന്നതാണ്. നമ്മുടെ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. 9:45 എന്ന് പറഞ്ഞു, പക്ഷേ 10 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചിലയിടത്തൊക്കെ 10:30 ആയപ്പോഴാണ് കത്തിച്ചത്. നമ്മൾ 10 മണിയൊക്കെ ആയപ്പോൾ കത്തിച്ചു. കാര്യം തലേദിവസം അമ്പലത്തിൽ പോയപ്പോൾ പറഞ്ഞായിരുന്നു 9:45 ആകുമ്പോഴത്തേക്ക് കത്തിക്കുമെന്ന്. പക്ഷേ അവിടെ നമ്മൾ യൂട്യൂബിലെ ലൈവ് വീഡിയോ ഒക്കെ കാണാൻ പറ്റുമല്ലോ. അങ്ങനെ 10:30 ആയെന്ന് തോന്നുന്നു ഏകദേശം. നമ്മളൊരു 10 മണി കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ കത്തിച്ചു കേട്ടോ. കത്തിച്ച് കഴിഞ്ഞാണ് പിന്നെ ഗൈസ് പ്രശ്നങ്ങൾ. എന്തോ ചൂടാണെന്നറിയാമോ. അതിൻ്റെ കൂടെ നല്ല വെയിലത്തായിരുന്നു നമ്മളിരുന്നപ്പോൾ വെയിലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വെയിലായി കേട്ടോ. ഇത് ശരിക്കും ആൾക്കാർ വെയിൽ കണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ അവിടെയൊക്കെ വരെ വരുന്നത്. അല്ലെങ്കിൽ ശരിക്കും ഇതെടുത്ത് ആ ഭാഗം വരെയൊക്കെ വരത്തുള്ളൂ കേട്ടോ. കാര്യം അടുപ്പിച്ച് ആൾക്കാർ ഇരിക്കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്രയും ആളിപ്പോൾ കുറവാണെന്ന് തോന്നുന്നു. പൊതുവേ അമ്പലത്തിനടുത്തൊക്കെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ വിളക്ക് കത്തിച്ചു, സോറി ഗൈസ്, കലമൊക്കെ കത്തിച്ചൊന്നുമില്ല, എന്തൊക്കെയാണെന്നോ ഞാൻ പറയുന്നത്. നമ്മൾ അടുപ്പ് കത്തിച്ചു ഗൈസ്. അത് കഴിഞ്ഞിട്ട് അമ്മ അരിയൊക്കെ കഴുകാണ്. പിന്നെ അമ്മയുടെ കൂടെ പോയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി ഹെൽപ്പും അമ്മ എനിക്ക് ചെയ്തു തരും. ഞാൻ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയല്ല, നമ്മൾ തന്നെയാണ് പൊങ്കാല ഇടേണ്ടത്. പിന്നെ അമ്മയുടെ സ്നേഹം കൊണ്ട് അമ്മ ഇങ്ങനെ ചെയ്തു തരും. ചുമ്മാ അമ്മയ്ക്ക് എന്നെ സഹിക്കാൻ പറ്റാത്ത അമ്മ ഇങ്ങനെ ചെയ്തു തരും ഗൈസ്. പിന്നെ നമ്മൾ ദേവിയെ പ്രാർത്ഥിച്ച് അരിയൊക്കെ ഇട്ടു. നമ്മൾ നമ്മുടെ ജംഗ്ഷനിൽ തന്നെ ആയിരുന്നു ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ KSRTC ബസ് പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് തീ അണയാൻ ആളാനും ഒക്കെ സഹായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർക്കും ബസ് ഓടണ്ടേ ഗൈസ്. എൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെയിൽ, ചൂട്, പുക, തീ എന്നുവേണ്ട എല്ലാം ഏറ്റ എൻ്റെ മുഖങ്ങളാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മുടെ കലം തിളച്ച് തൂവി കേട്ടോ. ആദ്യം തിളച്ച് തൂവിയത് അമ്മയുടെ ആയിരുന്നു. അത് കഴിഞ്ഞാണ് അതെനിക്ക് എവിടെ പൊങ്കാലിട്ടാലും അങ്ങനെയാണ് ഗൈസ്. എൻ്റെ കലം ഏറ്റവും അവസാനമേ തിളച്ച് തൂവാറുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ശർക്കര, തേങ്ങ പറങ്ങാണ്ട് ഇടത്തില്ല ഗൈസ്. ഞങ്ങൾ പിന്നെ മുന്തിരിങ്ങ, ചുക്ക്, ഏലക്ക ഇതെല്ലാം ഇട്ട് നമ്മൾ പായസം സെറ്റാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെല്ലാ കൊല്ലത്തെയും പോലെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. നമ്മൾ പൊങ്കാല ഇട്ട് കഴിയുമ്പോൾ നമ്മൾ എല്ലായിടും ഒന്ന് പോയി കാണും കേട്ടോ. ഇത് എടത്വ മങ്കോട്ടച്ചിറ ആ റൂട്ടാണ്. കണ്ടോ, അവിടേക്ക് കുറച്ച് സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്ഥലത്ത് ആളുണ്ട്. പിന്നെ തണൽ നോക്കി അടുത്ത സ്ഥലത്ത് ആളുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ അല്ലായിരുന്നു, ആൾക്കാർ തണലൊന്നും നോക്കത്തില്ല കേട്ടോ. കറക്റ്റ് ഇങ്ങനെ അടുക്കി പൊങ്കാല. അതൊരു രസമായിരുന്നു, പ്രത്യേക വൈബായിരുന്നു. ഇപ്പോൾ പക്ഷേ ആ പൊങ്കാലയുടെ ഒരു വൈബൊന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞ് 11:45 12 മണിയോടെ നമ്മുടെ ദേവി പൊങ്കാല പൊങ്കാല തളിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ അങ്ങനെ പറയുന്നത്, പൊങ്കാല തളിക്കുകയെന്ന്. മിക്കവാറും എല്ലായിടത്തും പൊങ്കാല നിവേദിക്കുക എന്നാണ് പറയുന്നത്. നമ്മുടെ ദേവി പൊങ്കാല നിവേദിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ടാറ്റാ.